ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന അവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായമാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വേദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായി പിതാക്കന്മാർ എടുത്തിട്ടുള്ളത്. അനേക മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാലും നമുക്കത് മതിയാവുകയില്ല. അത്രമാത്രം വേദശാസ്ത്രം അടങ്ങിയിരിക്കുന്ന ഒരധ്യായമാണ് ഈ 6-ാം അധ്യായം. അവിടെ ആദ്യ ഭാഗത്ത് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതിനു മുമ്പുള്ള 3 സുവിശേഷങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതാണ്. ഇവിടെ കർത്താവ് പീലിപ്പോസിനെ എന്ന ശിഷ്യനെ ഒന്ന് പരീക്ഷിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് എങ്ങനെ ആഹാരം നൽകും? അപ്പോൾ പീലിപ്പോസ് പറയുന്നു, അത് എന്നേക്കാൾ കൂടുതൽ അറിയാൻ പറ്റുന്നത് നിനക്കാണല്ലോ എന്ന് പറഞ്ഞ് പീലിപ്പോസ് അവിടെ പറയുന്നുണ്ട്. ഇതിൽ അദ്ദേഹം പറഞ്ഞു 200 ദീനാറോ. ആ കാലങ്ങളിൽ ഒരു ദിവസത്തെ കൂലിയാണ് 1 ദീനാറോ. ഇപ്പോൾ 200 ദീനാറോ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഏകദേശം 6.5 മാസത്തെ ശമ്പളം വരും. അത്രയും കൊണ്ട് മാത്രമേ ഈ ആളുകളെ നമുക്കൊന്ന് തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ നമ്മുടെ കയ്യിലില്ല. പക്ഷേ പീലിപ്പോസ് ഒരു വ്യക്തിയെ കണ്ട് പറഞ്ഞു. അപ്പോൾ അന്ത്രയോസ് എന്ന ശിഷ്യൻ വന്ന് യേശുവിനോട് പറയുന്നുണ്ട്. അന്ത്രയോസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ശിമോൻ്റെ സഹോദരനാണ്. ശിമോൻ പത്രോസിൻ്റെ സഹോദരനായിരുന്നല്ലോ. അദ്ദേഹം എന്ന് പറയുന്ന ഒരു ബാലൻ്റെ കയ്യിൽ 5 ബാർലിയപ്പവും 2 മീനുമുണ്ട്. അപ്പോൾ അവരെ യേശുവിനെ നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഈ ബാലിനെ നമ്മൾ കൂട്ടി മുട്ടിച്ച ഒരു വ്യക്തിയായി ഇവിടെ അന്ത്രയോസിനെ നമുക്ക് കാണാൻ പറ്റും. ശീമോനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നതും ഈ അന്ത്രയോസാണ്. ആ അത്ഭുതം നടക്കുന്നതിൻ്റെ പിന്നിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ബാലനെ ആവശ്യമെങ്കിൽ അപ്പം കൊടുക്കുവാൻ പരിശീലിപ്പിച്ച, അവന് ഒരുക്കത്തോടെ ദൈവവചനം കേൾക്കുവാൻ പറഞ്ഞു വിട്ട അവൻ്റെ മാതാപിതാക്കളുണ്ട്. 2, അവനെയും യേശുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ച ശിഷ്യനുണ്ട്. 3, അത്ഭുതം പ്രവർത്തിച്ച കർത്താവുണ്ട്. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുക. ഒന്ന്, നമുക്ക് ദൈവത്തെ കാണുവാനുള്ള നമ്മുടെ ഒരുക്കം. യേശുവിനെ നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം, അതിന് പ്രധാന ഘടകമാണ് ദൈവവചനം നമുക്ക്. 3, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ കർത്താവ്. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവുക. ശേഷിച്ച കഷണം 12 കുട്ടകൾ മിച്ചമെടുക്കുമാറ് 10,000-ത്തിലധികം ആളുകളെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവിനിവിടെ സാധിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം കർത്താവ് പടകിൽ കയറി പോകുന്നതും അല്ലെങ്കിൽ കർത്താവ് വെള്ളത്തിന് മീതെ നടക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 25 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നത്, ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ ശേഷം കർത്താവ് പിറ്റേ ദിവസം ഈ ജനക്കൂട്ടത്തെ കാണാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് വാങ്ങിപ്പോയി. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരും ഈ ജനങ്ങളുമൊക്കെ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തി. എന്നിട്ടിപ്പോൾ ജനം വളരെ പരിഭവത്തോടെ യേശുവിനോട് പറയുന്നുണ്ട്, നീ ഞങ്ങളെ പറയാതെ നീ ഒറ്റയ്ക്ക് പോയല്ലോ. അപ്പോൾ യേശുവിനെ അവരോട് പറയുന്ന ആ ഒരു വചനമുണ്ട്. ഇതാണ് ചിന്താവിഷയം. സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെ കണ്ടത് അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ. ഇന്നലെ നിങ്ങൾക്ക് എന്നെ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് അപ്പം തിന്ന് തൃപ്തരാകാൻ സാധിച്ചു. ആ ഭൗതികമായ
ആ സംതൃപ്തിയാണ് ഇന്ന് എന്നെ അന്വേഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. എന്നിട്ട് യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ നശിച്ചു പോകുന്ന അപ്പത്തിനു വേണ്ടിയല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്, നിത്യജീവനു വേണ്ടിയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്. പലപ്പോഴും നമ്മളും ചിന്തിക്കുക, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തിനാണ്? ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടണമെന്നുള്ളതല്ലാതെ നിത്യജീവൻ എന്ന ലക്ഷ്യത്തോടു കൂടി കർത്താവിനെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന എത്ര ശതമാനം വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർ ഈ ഭൂമിയിലുണ്ട്? കർത്താവ് നശിച്ചു പോകുന്ന ഈ അപ്പത്തിൽ, കാരണം ഈ അപ്പം ഭൗതികമായ അപ്പം തന്നെ ഭക്ഷിക്കാൻ തന്നു. അത് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അത് പുറത്തു പോകും, അത് നശിച്ചു പോകും. അതല്ല നിങ്ങൾ അന്വേഷിക്കണം. അതിനേക്കാൾ ഉപരിയായി നിത്യജീവൻ്റെ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അന്വേഷിക്കണം. അത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നവൻ മനുഷ്യപുത്രൻ മാത്രമാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ആസ്തികനും നാസ്തികനുമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവനും അവിശ്വസിക്കുന്നവനുമുണ്ട്. അപ്പോൾ ഇവർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തെ അറിയുന്നതിന് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എന്ത് പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് പ്രവൃത്തി വരേണ്ടത്. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നിൽ അല്ലെങ്കിൽ നിന്നിൽ വിശ്വസിക്കേണ്ടത് എന്ത് പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ദൈവത്തെ ഈ നിത്യജീവനിലേക്ക് വരുന്നതിന് ഞങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യണം? വെച്ചാൽ പറഞ്ഞാൽ ഒന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസവും ദൈവവുമായുള്ള വലിയ ബന്ധം നമ്മുടെ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. വിശ്വാസവും ദൈവവുമായുള്ള വലിയ ബന്ധം. വിശ്വാസമില്ലാതെയും ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ നന്മകൾ ചെയ്യുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞ നാസ്തികർ. ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. നിരീശ്വരവാദികളായ ആളുകളും ധാരാളം നന്മ പ്രവർത്തികൾ ഈ ഭൂമിയിൽ ചെയ്യുന്നുണ്ട്. കർത്താവിടെ പറയുന്നത് വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് പ്രവൃത്തി വരേണ്ടത്. പ്രവൃത്തിയുടെ ഫലമായിട്ട് വിശ്വാസമുണ്ടാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ വിശ്വാസത്തിൻ്റെ ഫലമായ പ്രവൃത്തിക്കാണ് ഇവിടെ പ്രസക്തിയുള്ളത്. ആദ്യം യേശുവിൽ വിശ്വസിക്കണം. അതിന് ശേഷമാണ് അവൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ ആ വിശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മിൽ നിന്ന് ആ നന്മ പ്രവൃത്തികൾ ഉണ്ടാവേണ്ടത്. എന്നിട്ട് യേശു പറഞ്ഞു, ഇന്നലെ തന്ന ഭൗതികമായ അപ്പമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം. ഞാൻ ഭൗതികമായ അപ്പമല്ല, ജീവൻ നിത്യജീവന് വേണ്ടിയുള്ള അപ്പമാണ് താനെന്ന് കർത്താവ് അസംയുക്തമായി പ്രഖ്യാപിക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് സംതൃപ്തമാക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ യഹൂദന്മാർ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം ഞങ്ങളുടെ അപ്പന്മാർ ഭക്ഷിച്ചിട്ടുണ്ട്. മന്ന അവരുടെ മരുഭൂമി യാത്രയിൽ അവരധ്വാനിച്ച അപ്പമല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവം അത്ഭുതമായി കൊടുത്ത അപ്പമായിരുന്നു മന്ന. അപ്പോൾ ഞങ്ങളുടെ അപ്പന്മാരും ഈ സ്വർഗീയ അപ്പം ഭക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ആ മന്ന ഭക്ഷിച്ചവരൊക്കെ മരിച്ചുപോയി. കാരണം എന്താണ്? അത് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം കൊടുത്ത ഭക്ഷണമായിരുന്നു. അത് താൽക്കാലികമായി കൊടുത്ത അപ്പമായിരുന്നു. പക്ഷെ ഞാൻ നിത്യമായി ലോകത്തിന് നൽകപ്പെടുന്ന അപ്പമാണ്. അതുകൊണ്ട് നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഈ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അന്വേഷിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകും. അതാണ് വിശുദ്ധ കുർബാന, ഇതിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്.
ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഇത് കേട്ടപ്പോൾ യഹൂദന്മാർക്ക് അത്ര പെട്ടെന്ന് ഇതങ്ങോട്ട് വിശ്വസിക്കുക, അത് ആ വചനത്തെ ഉൾക്കൊള്ളുക പ്രയാസമാണ്. അപ്പം ഇവിടെ നമ്മൾ കാണുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാൻ. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇത് യഹൂദന്മാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി. പൗലോസിൽ തന്നെ ഒരു തർക്കമുണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് യേശു അതിൻ്റെ ഒരു 53 വാക്യമൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഈ അപ്പം ആദ്യമേ 5 അപ്പം കൊണ്ട് കർത്താവ് 5000 പേരെ തൃപ്തിപ്പെടുത്തി, അതിനുശേഷം ഞാനാണ് ജീവൻ്റെ അപ്പം എന്നൊക്കെ പറഞ്ഞ് 3-3.5 വർഷക്കാലം ജനത്തെ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവസാനമാണ് മർക്കോസിൻ്റെ മാളികയിൽ വെച്ച് അപ്പമെടുത്ത് തൻ്റെ ശരീരവും രക്തവുമാക്കി അവർക്ക് കർത്താവ് അവിടെ നൽകുന്നത്. ഇത്രയും നാൾ കർത്താവ് പറഞ്ഞു വരുന്നത് മുഴുവൻ, പഠിപ്പിക്കുന്നത് മുഴുവൻ തൻ്റെ ശരീരമാകുന്ന, തൻ്റെ ജീവനാകുന്ന ആ അപ്പത്തെക്കുറിച്ചാണ്. ആ അപ്പമാണ് നമുക്ക് നിത്യജീവനിലേക്ക് നമ്മളെ വഴി നടത്തുന്നത്. ബാക്കി പാട്ടുകൾ, പ്രാർത്ഥനകൾ, ആരാധനകളുടെ മറ്റു ഭാഗങ്ങളെല്ലാം ഈ ശരീരം ഭക്ഷിക്കുന്നതിനും അവൻ്റെ രക്തം പാനം ചെയ്യുന്നതിനും വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കമാണ്. അതിന് നമ്മെ സഹായിക്കുന്നവയാണ്. അതെല്ലാം ചെയ്തിട്ട് ഈ ശരീരരക്തങ്ങൾ ഭക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പാടില്ല. ഈ ശരീരരക്തങ്ങളുടെ അനുഭവത്തിലാണ് അതിൻ്റെ പൂർണ്ണത നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൂചനയായിട്ടാണ്, അതിൻ്റെ നിഴലായിട്ടാണ് പഴയ നിയമത്തിൽ മന്ന വർഷിക്കപ്പെട്ടതും ജനം തിന്ന് തൃപ്തരായതും. അത് ഭക്ഷിച്ചവരൊക്കെ മരിച്ചു. ഇത് ശാരീരികമായ ജീവൻ നിലനിർത്താൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷേ ഇത് അത്ഭുതകരമായ അപ്പമാണ്. അവർ അധ്വാനിക്കാതെ, വിതയ്ക്കാതെ, കൊയ്യാതെ തന്നെ അവർക്ക് ലഭിച്ച അപ്പമാണത്. അതെല്ലാം ഭാവിയിൽ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് തൻ്റെ ശരീരരക്തങ്ങളെ മനുഷ്യന് കൊടുക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി, നിഴലായി പഴയ നിയമത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ദൈവികമായ പദ്ധതി എത്ര മാത്രം വലുതാണെന്നും അതിൻ്റെ ആന്തരികമായ മർമ്മങ്ങളെ എത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുമെന്നൊക്കെ നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും, അവസാന ദിവസം ഞാൻ അവനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. നമുക്ക് പുനരുത്ഥാനം ലഭിക്കാനുള്ള കാരണം കർത്താവിൻ്റെ ജീവനുള്ള ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സഭയിലെ വിശ്വാസികളുടെ മൃതശരീരത്തെ ആഘോഷപൂർവ്വം സംസ്കരിക്കുന്ന സ്ഥലത്ത് ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അത് വിശുദ്ധമായതുകൊണ്ടാണ്. എന്താ വിശുദ്ധി? കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ ഭക്ഷിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടത് എവിടെ സംസ്കരിക്കപ്പെട്ടുവോ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അവൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ കർത്താവ് നമ്മിലും നമ്മൾ കർത്താവിലും വസിക്കുന്നതിൻ്റെ പൂർണ്ണത കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവമാണ്. അതിനെ വലിയ സ്വർഗീയ വിരുന്നായിട്ടാണ് പിതാക്കന്മാരെ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. സ്വർഗീയമായ വിരുന്ന്. വിരുന്നിൻ്റെ പൂർണ്ണത എവിടെയാണ്?
വിരുന്നിൻ്റെ പൂർണ്ണത ഒരുക്കിയതായ ഭക്ഷണം കഴിക്കുന്നതിലാണ്. നമ്മൾ പലർക്കും വിരുന്ന് കൊടുക്കാറുണ്ട്, പലയിടത്തും നമ്മൾ വിരുന്നിന് പോവാറുണ്ട്. ക്ഷണിക്കപ്പെട്ട് വിരുന്നിന് ചെല്ലുന്നു. ആര് നമ്മളെ ക്ഷണിച്ചുവോ ആ ആളുമായി നമ്മൾ സ്നേഹവിനിമയം നടത്തുന്നു, സംസാരിക്കുന്നു. അങ്ങനെ അനേകം മണിക്കൂറുകളോളം നമ്മൾ അവിടെ ഇരുന്ന് ആ സ്നേഹവിനിമയമെല്ലാം നടന്ന് അതിൻ്റെ പൂർണ്ണതയ്ക്ക് എന്ന് പറയുന്നത് അവരൊരുക്കിയതായ ഭക്ഷണം കഴിക്കുമ്പോഴാണ്, കഴിച്ച് സംതൃപ്തമാകുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരിക. അവരോടുള്ള സ്നേഹവും അവർക്ക് നമ്മളോടുള്ള സ്നേഹവും പൂർണ്ണതയാകുന്നത് അങ്ങനെയാണ്. ഇതാണ് വിശുദ്ധ കുർബാന. മണിക്കൂറുകളോളം അതിനു മുൻപ് തലേദിവസം സന്ധ്യ മുതലുള്ള നമ്മുടെ ഒരുക്കം, കർത്താവുമായുള്ള ആ വിരുന്നിനു വേണ്ടിയുള്ള കർത്താവിനാൽ ക്ഷണിക്കപ്പെടുന്ന ഓരോ വിശ്വാസിയും വേദപുസ്തകം വായിക്കുന്നു, ധ്യാനിക്കുന്നു, പാട്ടുപാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അതിനുശേഷം അതനുഭവിക്കുമ്പോൾ ആ വിരുന്നിൻ്റെ പൂർണ്ണത, സംതൃപ്തി അവിടെ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭ വളരെ ഒരുക്കത്തോടുകൂടി മാത്രമേ അപ്പം ഭക്ഷിക്കാവൂ എന്ന് പറയുന്നത്. കാരണം അത് കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി അത് മാറ്റപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ കുർബാനയാണ് സഭയുടെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ്, അഥവാ ഒരുക്കങ്ങളാണ്, സ്നേഹവിനിമയമാണ്, പാട്ടുകളും പ്രാർത്ഥനകളും പ്രസംഗങ്ങളും അതിൻ്റെ കേൾവികളും എല്ലാം. പക്ഷേ കർത്താവ് ഈ വചനം പറഞ്ഞപ്പം അതുവരെ അവനെ അനുഗമിച്ചവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ പരസ്പരം ചോദിക്കുന്നു, ഇവനെ നമുക്കറിഞ്ഞുകൂടെ? ഇവൻ ആ യൗസേപ്പിൻ്റെ, ഇവൻ്റെ മാതാവിനെയും പിതാവിനെയും ഒക്കെ നമുക്കറിയാം. ഇവൻ ആ യൗസേപ്പിൻ്റെ മകനല്ലേ? അപ്പം അവർ ഭൗതികമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് യേശുവിനെ അവർ അളക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. മനുഷ്യനെയൊക്കെ നമ്മൾ അളക്കുന്നത് നമ്മുടെ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് കാണുന്നതുകൊണ്ട് മാത്രം നമ്മൾ അളക്കുന്നവരാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരെയും വിധിക്കരുത്. നമ്മളാരെയും ബാഹ്യമായി കണ്ടിട്ട് വിധിക്കാൻ പാടില്ല. പോകട്ടെ, അവർക്ക് ഇപ്പോൾ അവർ ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലും നമുക്കത് ഇത്രമാത്രം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. എന്നിട്ട് നമ്മൾ 60 വാക്യങ്ങൾ വായിക്കുന്നത്, ഈ കർത്താവ് പറഞ്ഞത് ഈ വാക്ക് കഠിനമാണെന്നും പറഞ്ഞ് അന്ന് വരെ കർത്താവിനെ അനുഗമിച്ച ശിഷ്യത്വത്തിൽപ്പെട്ട ഒത്തിരി പേര് കർത്താവിനെ ഉപേക്ഷിച്ചു. ഇവൻ്റെ ശരീരം എങ്ങനെയാണ് നമുക്ക് ഭക്ഷണമാക്കാൻ പറ്റും? നമ്മളാരും നരഭോജികളല്ല. ഒരിക്കലും അവർ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണല്ലോ കർത്താവ് അവരോട് പറഞ്ഞത്. അവരെ ആ ജനത്തെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷെ അത് കഠിന വാക്കെന്നും പറഞ്ഞ് അന്ന് കുറേ കർത്താവിനെ അനുഗമിച്ച കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അവനെ അനുഗമിച്ച ഒരുപാട് ആളുകൾ കർത്താവിനെ വിട്ടേച്ചു പോയി. അപ്പോൾ കർത്താവ് 12 ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും എന്നെ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം, പക്ഷേ ഞാൻ പറഞ്ഞ വാക്കിന് മാറ്റമില്ല. നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാമെന്നർത്ഥം. അടിസ്ഥാനപരമായ കാര്യത്തിൽ കർത്താവ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. എന്നാൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് വിട്ടുവീഴ്ചകൾ കർത്താവ് തയ്യാറാവുന്നുണ്ട്. കാരണം ഇത് അടിസ്ഥാനപരമായ വിശ്വാസപരമായ വലിയ കാര്യമാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങളിൽ മറ്റു മനുഷ്യരുമായി നമ്മൾ പല കാര്യങ്ങൾക്ക് ധാരണയിലും കോംപ്രമൈസിലൊക്കെ എത്താറുണ്ട്. പക്ഷെ വിശ്വാസപരമായ കാര്യങ്ങളിൽ മാത്രം കോംപ്രമൈസ് ഇല്ല, ഉണ്ടാകാൻ പാടില്ല. യേശു ദൈവമാണെന്നും അവൻ്റെ ശരീര രക്തങ്ങളാണ് വിശുദ്ധ കുർബാനയിലൂടെ അനുഭവപ്പെടുന്നതെന്നും അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ അടിസ്ഥാന തത്വത്തിന് അതിനോട് ആരുമായിട്ടൊരു കോംപ്രമൈസ് നമുക്കില്ല. അതോ കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞ, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം, പക്ഷേ ഞാൻ പറഞ്ഞ വാക്കിന് മാറ്റമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം
നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. അപ്പം കർത്താവെ, ഞാനിപ്പം ശേഷം ശീമോൻ പത്രോസ് ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഞങ്ങളിനി ആരുടെ അടുത്തേക്ക് പോകാനാണ്? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരുന്നത്. 69-ാമത്തെ വാക്യം. എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തതാണല്ലോ, നിങ്ങൾ ഒരുവൻ പിശാചാണ്. കർത്താവ് യൂദാസ് ഇസ്കറിയോത്തെ ഉദ്ദേശിച്ചാണ് ആ വചനം അവിടെ പറയുന്നത്. അവൻ പിശാചാണെന്ന് അറിഞ്ഞിട്ട് പോലും കർത്താവ് അവനെ സ്നേഹിക്കുകയും അവനെ സ്വീകരിക്കുകയും അവനെ ഉൾക്കൊള്ളുകയും അവൻ്റെ കൂടെ കർത്താവ് സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ പൈശാചികമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ പല ജീവിത രീതികളും ദൈവത്തെ ഒറ്റുകൊടുക്കലാണ്, ദൈവത്തിന് അപവാദമുണ്ടാക്കുന്നതാണ് നമ്മുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ജീവിത രീതികളും. എങ്കിലും നമ്മെ ചേർത്ത് നിർത്തി നമ്മയും കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ കർത്താവ് തയ്യാറാകുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ ഉടമയാണ് ദൈവം, യേശു എന്ന് നമ്മൾ തിരിച്ചറിയണം. യൂദാസ് ഇസ്കറിയോത്ത കർത്താവിന് വിട്ടുകൊടുത്ത പോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നതായ മിക്കവാറും എല്ലാ പ്രവൃത്തികളും. കർത്താവിന് അപവാദമുണ്ടാകത്തക്കവണ്ണം സഭയിലാണേലും സഭാ നേതൃത്വത്തിലായാലും എല്ലായിടത്തും കർത്താവാണ് ഒറ്റുകൊടുക്കപ്പെടുന്നത്. കർത്താവിന് അപമാനമുണ്ടാവുകയാണ്. പക്ഷേ നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നവനാണ്. പൈശാചിക സ്വഭാവമുള്ളവനെന്നും പറഞ്ഞ് നമ്മളെ തള്ളിക്കളയുന്നവനല്ല. അതാണ് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം. ദേഷിച്ചാലും തിരിച്ച് സ്നേഹിക്കുക. അതായിരുന്നു ക്രൂശിൻ്റെ മുകളിലെ പ്രാർത്ഥന. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ദൈവശാസ്ത്രം ദീർഘമായ പഠനം ആവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ പരിമിതമായ സമയത്ത് ഇത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് അനേക പ്രാവശ്യങ്ങൾ ഈ 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനമായി സുറിയാനി സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. അത് വായിച്ച് ധ്യാനിച്ച് കർത്താവ് നമ്മിലും നാം കർത്താവിലുമായിരിക്കുന്ന പ്രകാരം ഒരു ജീവിതം നയിപ്പാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകാരം കർത്താവ് നമ്മിലായിരിക്കുന്ന ഒരു അനുഭവത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കാനും ഇടപെടാനും പ്രവർത്തിക്കാനും ഈ പകൽക്കാലം നമുക്കിടയാവട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ.